അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് മണ്ണുത്തിയിലാണ് കേട്ടോ. മണ്ണുത്തിയിൽ കേരള കാർഷിക സർവകലാശാലയിലാണ്, ഹാച്ചറിയിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, മണ്ണുത്തിയിൽ വന്നു കഴിഞ്ഞാൽ കുറേ വില കുറവിനും അല്ലെങ്കിൽ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് അറിയാനായിട്ടാണ് കേട്ടോ ഞാനും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വില കുറവുണ്ടോ, ഇവിടെ പ്രൈസ് എങ്ങനെയാണ്, പിന്നെ എന്തൊക്കെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മണ്ണുത്തിയിലെ ഹാച്ചറി. അപ്പോൾ ഇവിടെ കയറുന്നതിന് മുന്നായിട്ട് അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ക്യാമറ അലൗഡ് അല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ അവിടെ സാനിറ്റൈസൊക്കെ ചെയ്തതിന് ശേഷം അവർ ടെമ്പറേച്ചറൊക്കെ നോക്കിയതിന് ശേഷം അകത്ത് കയറ്റി വിടും. അപ്പോൾ അകത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു യൂണിവേഴ്സിറ്റിയിൽ കയറുന്ന പോലൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു സർവകലാശാല സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഈ MG യൂണിവേഴ്സിറ്റി പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അത്രയും ഉണ്ട്, ഉള്ളിലോട്ട് കുറേ ഉണ്ട് കേട്ടോ, ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് കുറേ ചെടികളൊക്കെ അവർ നട്ടു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ വീഡിയോയിലൊന്നും അത്ര ക്ലിയർ ഒന്നുമല്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോരോ സെക്ഷനായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നിറച്ച് ഇവിടെയൊക്കെ ഒരുപാട് വാഴകളൊക്കെ ആണ്. ഓരോ സെക്ഷനിലും ഓരോരോ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഓരോ സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലൊക്കെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അതൊന്നും സെയിലൊന്നുമല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ്. അതായത് വെജിറ്റബിൾസിൻ്റെ തൈകളും അല്ലാന്നുണ്ടെങ്കിൽ വിത്തുകളൊക്കെ വാങ്ങിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് വെജിറ്റബിൾ സയൻസ് എന്നും പറഞ്ഞിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇവിടത്തെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 2 രൂപ ഉള്ള ചെടികൾ കേട്ടോ. ഈ ചെടികൾക്കൊക്കെ 2 രൂപ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഒന്നും അങ്ങനെ നട്ടിട്ടൊന്നുമില്ല, പക്ഷേ കുറച്ചൊക്കെ, അല്ലാണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ചെന്ന പോലത്തെ വലിയ സംഭവമൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. കാരണം നോർമലായിട്ട് തന്നെ വലിയ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ കടത്തുമില്ല അവർ. അപ്പം നമുക്ക് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ പേരൊക്കെ പറയണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കയ്യിലുള്ള വിത്തിൻ്റെയും വില, പിന്നെ അതെത്ര ഗ്രാമാണ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഇവരിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വിത്തും കുറച്ച് ചെടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെടിക്ക് 2 രൂപ ഉള്ളൂ. നമ്മളുടെയൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെടിക്ക് 4 രൂപ കൊടുക്കണം. അപ്പോൾ അതാണ് വ്യത്യാസം. പിന്നെ ഒരു പാക്കറ്റിന് 10 രൂപ, വിത്തിൻ്റെ പാക്കറ്റിന് ഒരു പാക്കറ്റിന് 10 രൂപ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് 2 രൂപയുടെ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇവിടെ കിടക്കണതിൽ മുന്നായിട്ട് നമ്മൾ പേരൊക്കെ പറഞ്ഞ് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ അവരോട് പറയാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റുമൊന്നുമില്ല. അവിടെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഓഫീസ് പോലെയുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരോട് പറയണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂവുള്ള ചെടികളൊന്നുമല്ല, ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും അധികം കാണാനൊന്നുമില്ല കേട്ടോ. ഇവിടെ ചെറിയ ആമ്പൽസിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഇതാണ് സംഭവം. ആകെ ഇത്ര ചെടികളുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മണ്ണുത്തിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് പോയത് ഒരുപാട് ചെടികൾ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്ര അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉള്ളതൊക്കെ റെയർ കളക്ഷനാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്ഷനായിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത്. അതായത് വലിയ പ്ലാന്റ്സും കാണാം, ചെറിയ പ്ലാന്റ്സും കാണാം. വലിയ പ്ലാന്റ്സ് ഒന്നും ഇവർ സെയിൽ ചെയ്യണില്ല. ചെറിയ പ്ലാന്റ്സിനാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് 25 രൂപ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ നഴ്സറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ 60 രൂപ ആ ഒരു റേറ്റിലാണ് പോവുക. പക്ഷേ നഴ്സറിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരെണ്ണത്തിന് 25 രൂപ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ ചെടിയുടെയും ചെറുതിന് 25 രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചെടികൾ കാണാൻ പറ്റും. പക്ഷേ ഹാങ്ങിങ് പ്ലാന്റ്സ് തീരെ ഇല്ല. ഞാനിവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ തീരെ ഇല്ല, വെറൈറ്റീസ് ഒന്നുമില്ല. ഇവിടെ ഞാനിപ്പോൾ കണ്ട വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൺസ്റ്ററിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ കണ്ടു. അതുപോലെ തന്നെ പെപ്പറോണി ഉണ്ട്,
അഗ്ലോണിമയുണ്ട്, പിന്നെ പോത്തോസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ മണി പ്ലാന്റ്സ് തന്നെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എല്ലാം കൂടി ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഇനി ഞാൻ സെക്ഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വില നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 25 രൂപ ഉള്ളൂ കേട്ടോ ഓരോ ഇതിനെയും. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ചെടികളുണ്ട്, വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. വലുതൊന്നും സെയിലില്ല. അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ, ഓൺലി ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ മോൺസ്റ്ററിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ. മോൺസ്റ്ററിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് വലുത് അവർ കാണിച്ചു തരും, എന്നിട്ട് അതിൻ്റെ ചെറുതുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറുതുണ്ട്, അതിനൊക്കെ 25 രൂപ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ മോൺസ്റ്ററിൻ്റെ വെറൈറ്റീസാണ്. ഞാൻ അധികം ഇങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അത് കാരണം എനിക്ക് ഇതിൻ്റെ ഒന്നും അധികം പേരൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഫിലോഡാൻഡ്രോൺ എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. പിന്നെ ഈ ഒരു ചെടിയില്ലേ, ഈ റെഡ് കളർ പോലെ തോന്നുന്നത്, അതിൻ്റെ പേരാണ് ഓൾട്രാത്തിമ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറൊക്കെ സെറ്റ് ചെയ്യില്ലേ നമ്മൾ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ, അതിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പറയുക, ഈ വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതിനൊക്കെ നല്ലതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. കുറച്ചൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തന്നു കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഈ ആന്തൂറിയത്തിൻ്റെ പൂ പോലെ തോന്നിക്കണില്ലേ, ഇതിൻ്റെ പേരാണ് പിങ്ക് ലില്ലി. അത് നിങ്ങൾക്ക് പിങ്ക് ലില്ലി അല്ല, സോറി, പീസ് ലില്ലി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ അതെ ചെറിയ ചെടി അവൈലബിൾ ആണ്. അതിനൊക്കെ 25 രൂപ തന്നെ ഉള്ളൂ. നമ്മളെ നാട്ടിൽ എനിക്കറിയാം ഇതിന് സാധാരണ നഴ്സറിയിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ് കേട്ടോ അതിനൊക്കെ. അതുപോലെ ഈ കാണുന്ന ചെടിയിലെ അതിൻ്റെ പേരാണ് സിൻകോണിയം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അതിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ചെടിയില്ലേ, ഇതിൻ്റെ പേരാണ് അഗ്ലോണിയം. അഗ്ലോണിയത്തിൻ്റെ 2 കളറുണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ, റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. അപ്പോൾ ഈ റെഡിനെ പറയുന്ന പേരാണ് ലിപ്സ്റ്റിക് റെഡ് എന്നൊക്കെ പറയും. കാരണം അതിന് ഒരു റെഡ് കളറായിട്ടുള്ള ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുള്ള നല്ല രസമാണ്, നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇവിടെ 25 രൂപ ഉള്ളൂ. ഇതൊക്കെ വലിയ ചട്ടിയൊന്നും കൊടുക്കില്ല കേട്ടോ, ചെറിയ ചട്ടി കൊടുക്കുകയുള്ളൂ. പിന്നെ ഈ മണി പ്ലാന്റ്സിൻ്റെ തന്നെ ഇത്രയും തന്നെ വെറൈറ്റീസ് ഉള്ളൂ കേട്ടോ, ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. മാർബിൾ മണി പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ നോർമലായിട്ട് നമ്മളെ കയ്യിൽ കാണാറുള്ള സാധാരണ വെറൈറ്റീസ് തന്നെ ഉള്ളൂ, അല്ലാണ്ട് അധികം വെറൈറ്റീസ് ഒന്നും ഇവിടെ കാണാനായിട്ടില്ല. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതിൻ്റെ താഴെ വെറുതെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇതൊന്നും സെയിലില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ ഈ ഹാച്ചറിയിൽ വന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ പറഞ്ഞൊക്കെ കേട്ട് വന്നതനുസരിച്ചിട്ട് എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ ഈ സമയത്ത് അവിടെ ഉണ്ടാവാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഹാച്ചറിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ വരണ സമയത്ത് ഒരുപാട് എന്താണ് നഴ്സറികൾ കണ്ടിട്ടുണ്ട്, അവിടെ കുറേ കളക്ഷൻസ് ഞാൻ കണ്ടു. പക്ഷേ നമ്മളെ ഹാച്ചറിയിൽ അധികം കളക്ഷൻസ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ കാണുന്ന ചെടിയിലെ ഈ ചെടിയുടെ പേരാണ് കേട്ടോ അറീലിയ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഈ ചെടി ഇതിൻ്റെ ഗ്രീനും ഉണ്ട്, അതുപോലെ വൈറ്റും ഗ്രീനും കൂടെ ഉള്ളതുണ്ട്. ഇതിനൊക്കെ 25 രൂപ തന്നെ ഉള്ളൂ. ചെറിയ ചെടി ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഇവരേൽ ഓർക്കിഡ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു കളക്ഷൻ മാത്രമേ ഉള്ളൂ ഇവരേൽ. ഇപ്പോൾ ഇതൊരെണ്ണം ഉള്ളൂ എന്നാണ് പറഞ്ഞത്, ഒരു കളറ്. ഇതൊരു മുക്കറ എന്നാണ് ഈ ഒരു ഇനത്തിൻ്റെ പേര് പറഞ്ഞത്. ഇത് റെഡ് കളറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് നല്ല കൊല പോലെ ഉണ്ടാവണ പൂവാണ്. ഇതാണ് അതിൻ്റെ ചെടി കേട്ടോ, തൈ. ഈ തൈ അവർ ചട്ടിയോടുകൂടി തന്നെ സെയിൽ ചെയ്യും. 400 രൂപയാണ് കേട്ടോ റേറ്റ് വരണേ. പിന്നെ കുറച്ച് ആമ്പലൊക്കെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഭംഗിക്ക് തന്നെയാണ്, ഇതൊന്നും സെയിലൊന്നുമല്ല. അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ കേട്ടോ ഹാച്ചറിയിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എന്തെങ്കിലുമൊക്കെ ഹാച്ചറിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.